അടിപൊളിയാണ്. വർഗീസ് പീറ്റർ പൊളിച്ച് ഒരു രക്ഷയില്ല. വർഗീസ് പീറ്റർ അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്ര ഭയങ്കര അടിപൊളി പടമായിരുന്നു. ടെക്നിക്കലേക്ക് പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. കണ്ടിരിക്കേണ്ട സിനിമയാണ്. അടിപൊളി പടമായിരുന്നു. ടെക്നിക്കലേക്ക് ബ്രില്യന്റ് മേക്കിംഗ് ആയിരുന്നു. പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്. ടൊവിനോയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ടെക്നിക്കലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഫസ്റ്റ് വാച്ചാണ്. ഇമോഷണലി കണക്ട് ആവുന്ന പടമാണ്. ഒറിജിനൽ സംഭവം നമുക്ക് ഓർമ്മ വരും. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്ര ഭയങ്കര തിയേറ്റർ വാച്ചാണ്. മസ്റ്റായിട്ട് തിയേറ്റർ വാച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ തമിഴ്നാട്ടിലെ പോലെ പൊളിറ്റിക്കലായിട്ടുള്ള മൂവീസ് ഉണ്ടായി വരുന്നു. തമിഴ്നാട്ടിൽ ഇതുപോലെ വെട്ടർമാരൻ പാരജിത്ത് ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു അനുരാജ് മനോഹർ ഉണ്ടായി വരുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അടിപൊളിയാണ്. വർഗീസ് പീറ്റർ പൊളിച്ച് ഒരു രക്ഷയില്ല. വർഗീസ് പീറ്റർ അടിപൊളിയായിരുന്നു. അല്ല, ഇത് വർഗീസ് അല്ല, ഇത് ഷാനു ബ്രോയാണ്. മാംഗോച്ചില്ലി ബ്രോയാണ്. അപർണ രാജ് അല്ലേ? അപർണ രാജോ? ആളെ കളിയാകല്ലേ. ആള് പടം ഇഷ്ടപ്പെട്ടു കേട്ടാ. അല്ല, ശ്രീരാജ് പടത്തിലുണ്ടായിരുന്നല്ലേ? ശ്രീരാജ് പടത്തിലുണ്ടായിരുന്നു. സത്യം. പടത്തിലുണ്ടായിരുന്നു. പുള്ളി പടത്തിലുണ്ടായിരുന്നു. നല്ലൊരു വേഷം എസ് പി ആയിരുന്നു അല്ലേളിയാ? അല്ലേ? എസ് പി ആയിരുന്നു. ഞാനാണ് കണ്ടത്. ഞാനാണ് പറഞ്ഞത് ശ്രീരാജ് നീ പടത്തിലുണ്ടായിരുന്നു പറഞ്ഞത്. ഉണ്ടായിരുന്ന കേട്ടാ. നമ്മളെ സുഹൃത്ത് പടത്തിൽ വന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടാ. ഇനി ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ നിനക്ക്. അടിപൊളി പടം കേട്ടാ. ഒരു രക്ഷയില്ല.